സന്നിധാനത്ത് നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് കാണുന്നത്. അല്പസമയത്തിനകം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. ആ ഘോഷയാത്രയെ സ്വീകരിക്കാനായി ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ദേവസ്വം അധികൃതരും ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. അല്പസമയം മുമ്പാണ് 18-ാം പടി തൊട്ടുകൊണ്ട് ഇവിടെ നിന്നുള്ള ദേവസ്വം അധികൃതർ സ്വീകരിക്കുന്നതിനായി പോയത്. അവർ മടങ്ങിയെത്തുമ്പോൾ 18-ാം പടി കയറി ആ തിരുവാഭരണം അയ്യപ്പനെ അണിയിച്ച് ദീപാരാധനയാണ് ഇനി നടക്കാനുള്ള പ്രധാനപ്പെട്ട ചടങ്ങ്. ദീപാരാധനയ്ക്ക് ശേഷമാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാനാവുക. മകരജ്യോതി ദർശനത്തിനായി നിരവധി ആളുകളാണ്, ഭക്തലക്ഷങ്ങളാണ് അവിടെ കാത്തു നിൽക്കുന്നത്. എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇപ്പോൾ നിൽക്കുന്നു. 6 മണിയോട് അടുക്കുമ്പോൾ അങ്ങേയറ്റം ഭക്തി നിർഭരമായ സായാഹ്നത്തിലേക്ക് ശബരിമല സന്നിധാനം കടക്കുകയാണ്. വലിയ തിരക്ക് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഭക്തർക്ക് ഇത്ര സമയം അവിടെ പ്രവേശനം ഇല്ലായിരുന്നു, ഭക്തർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ഇനി പൊന്നമ്പലമേട്ടിൽ ജ്യോതി ദർശനമാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനായി കാത്തിരിക്കുകയാണ് ആളുകൾ. നേരത്തെ തന്നെ അനുവദിച്ചിട്ടുള്ള വ്യൂ പോയിന്റുകളിൽ സുരക്ഷിത സ്ഥാനം പിടിച്ച് അവിടെ വർണ്ണശാലകൾ കെട്ടിക്കൊണ്ട് അവിടെ കാത്തു നിൽക്കുന്ന ഭക്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സന്നിധാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മകരവിളക്ക് മകരജ്യോതി ദർശനത്തിനായി ആളുകൾ പലയിടത്തായി തമ്പടിച്ചിരിക്കുകയാണ്. കർപ്പൂരാഴി, നേരത്തെ സജീവ് പറഞ്ഞതുപോലെ കർപ്പൂരാഴിയൊക്കെ അതിലുള്ള പുകയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ മകരജ്യോതി ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് അവർ ക്രോഡീകരിച്ചിരിക്കുകയാണ്. നമുക്ക് പോലീസ് സേനയെ വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം, സുരക്ഷ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ഭക്തനെയും മകരജ്യോതി ദർശനത്തിന് ശേഷം സുരക്ഷിതരായി മലയിറക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. ദേവസ്വം മന്ത്രിയും സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. സുരക്ഷിതമായ ഒരു മണ്ഡലകാലം അത് പര്യവസാനിക്കാൻ ഒരുങ്ങുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 18-ാം പടിയാണ്. ഈ 18-ാം പടിയിലൂടെയാണ് തിരുവാഭരണം അവിടേക്ക് എത്തിക്കുക. അതിനുശേഷം അത് അണിഞ്ഞുകൊണ്ടുള്ള ദീപാരാധന അല്പസമയത്തിനകം ഉണ്ടാകും. 6:30 ദീപാരാധന നടക്കുകയും നട തുറക്കുന്ന സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാനും സാധിക്കുക. തിരുവാഭരണ ഘോഷയാത്ര സായുധ സേനയുടെ അകമ്പടിയോടെയാണ് വരുന്നത്. നമുക്കറിയാം, പന്തളം രാജകൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ ഈ ദിവസമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നതും. പന്തളം രാജാവിൻ്റെ ആഗ്രഹപ്രകാരം അത് മകനായ അയ്യപ്പനെ അണിഞ്ഞു കാണണമെന്ന ആഗ്രഹപ്രകാരം അത് ഈ ദിവസം സാക്ഷാത്കരിക്കുകയുമാണ് ചെയ്യുന്നത്. അത് ആ ദീപാരാധനയ്ക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു തൊഴാനായാണ് ആളുകൾ മണ്ഡലകാലത്ത് മകരവിളക്ക് സമയത്ത് ശബരിമലയിലേക്ക് എത്തുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, നമുക്ക് നിരവധി ഭക്തരെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ആരും അവരുടെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അനങ്ങുന്നില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ സുരക്ഷിതമായി മകരജ്യോതി ദർശിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കൂപ്പുകൈകളോടെ ശരണം വിളിച്ച് തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് സന്നിധാനത്ത് നിന്നും പരിസര പ്രദേശത്തു നിന്നും കാണാൻ സാധിക്കുന്നത്.